ഹലോ മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന് പറയുന്ന മലയാളത്തിലെ മൂന്നാമത്തെ പാഠഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും മറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്ന പാഠം ഏതാണ്? നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അയമനം ജോൺ ഏത് രംഗത്താണ് അറിയപ്പെടുന്നത്? അയമനം ജോൺ അറിയപ്പെടുന്നത് ചെറുകഥാകൃത്തായിട്ടാണ് അയമനം ജോൺ അറിയപ്പെടുന്നത്. മരച്ചില്ല എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ എന്താ വായിക്കുക? മരച്ചില്ല എന്ന പദം വിഗ്രഹിച്ചെഴുതിയാല് മരത്തിന്റെ ചില്ല എന്നാണ് വായിക്കുക. അഗതികളെ പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു അവരുടേത്. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം, ഇവിടെ അഗതി എന്ന് പറയുന്ന പദമാണ് അടിവരയിട്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആരുമില്ലാത്തവർ എന്നാണ് അഗതി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിതയാണ് ഇത്? കുറ്റിപ്പുറം പാലം. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിതയാണ് ഇത്? കുറ്റിപ്പുറം പാലം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അഞ്ചാമത്തെ ചോദ്യം എന്താ? തോണി തുഴഞ്ഞുപോയി. അടിവരയിട്ട ഭാഗം എന്താണ്? അനുപ്രയോഗമാണ്. തുഴഞ്ഞുപോയി എന്ന് പറയുന്ന ഏത് പ്രയോഗമാണ്? അനുപ്രയോഗമാണ്. ആറാമത്തെ ചോദ്യം നോക്കൂ. കൂട്ടത്തിൽ വ്യത്യസ്തമായത് ഏതാണ്? ചന്ദനക്കട്ടിൽ. അതുപോലെ ഇതിന് ആൻസർ ഇടുന്ന ചന്ദനക്കട്ടിലാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കേട്ടു പ്ലസ് ഇല്ല, വയ്യ പ്ലസ് എങ്കിൽ, തന്ന പ്ലസ് അത്, ചന്ദന പ്ലസ് കട്ടിൽ. ഇതെന്താ വേറിട്ട് നിൽക്കുന്നത്? അത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ചന്ദന പ്ലസ് കട്ടിൽ എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. കുപ്പിവള എന്ന് വിഗ്രഹിച്ച് എഴുതിയാൽ എന്താ വായിക്കുക? കുപ്പിയുടെ വള, കുപ്പിയിലുള്ള വള, കുപ്പി കൊണ്ടുണ്ടാക്കിയ വള, കുപ്പിയായ വള. എന്താണ്? കുപ്പി കൊണ്ടുണ്ടാക്കിയ വള എന്നാണ് വിഗ്രഹിച്ച് എഴുതിയാല് വരിക. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ അയമനം ജോണിന്റേതല്ലാത്ത കൃതി ഏതൊക്കെ? ഓപ്ഷൻസ്: എ ക്രിസ്തുമതത്തിന്റെ വേര്, ബി ചരിത്രം വായിക്കുന്ന ഒരാൾ, സി ഒരു ദേശത്തിന്റെ കഥ, ഡി എന്നിട്ടുമുണ്ട് താമരപ്പൊയ്കൾ. ഇതിൽ ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ്, നമുക്കറിയാം. അത് അയമനം ജോണിന്റെ അല്ല. ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ. ഞങ്ങളെ ഒന്നാകെ ബത്സിച്ചിട്ട് അവർ ആറ്റിലേക്ക് വലയെറിഞ്ഞു. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്താണ്? ശകാരിച്ച് എന്നാണ് അർത്ഥം. പത്താമത്തെ ചോദ്യമോ. നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ കഥാപാത്രം അല്ലാത്തതാരാണ്? ലീലയുണ്ട്, രാജപ്പനുണ്ട്, ബഷീറുണ്ട്. എന്നാൽ നളിനി നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രമല്ല. 11ാമത്തെ ചോദ്യമോ. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? പോംവഴി, ഇടവഴി, നടവഴി, നാട്ടുവഴി. ഇതിലേതാ? ബാക്കി എല്ലാം വഴികളെ സൂചിപ്പിക്കുന്നു. പോംവഴി എന്ന് പറയുന്നത് വഴിയെ പറയുന്ന പേരല്ല. അപ്പൊ അതാണ് കൂട്ടത്തിൽ ചേരാത്ത വാക്ക് എന്ന് പറയുന്നത്. അടുത്തതോ 12ാമത്തെ ചോദ്യം. പരീക്ഷയിൽ തോറ്റുപോയി. അനുപ്രയോഗം ഏതാണ്? ഇവിടെ വരുന്ന അനുപ്രയോഗം എന്ന് പറയുന്നത് ഭേദകാലാനുപ്രയോഗമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പാഠത്തിലോട്ട് പോയാലോ? രണ്ടാമത്തെ പാഠം എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് ആരുടെ വരികളാണ്? ഇത് നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് അറിയാവുന്ന നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. രണ്ടാമത്തെ ചോദ്യമോ. കൈകോർത്തവർ പറഞ്ഞത് സച്ചിദാനന്ദന്റെ ഏത് കവിതയിലാണ്? സച്ചിദാനന്ദന്റെ പ്രളയാവസാനം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. മൂന്നാമത്തെ ചോദ്യമോ. പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു. ഏത് മതിലുകളാണ് പൊളിച്ചത്? ഇവിടെ പൊളിച്ചത് ജാതിയുടെയും മതത്തിന്റെയും മതിലുകളാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഐക്യമത്യം മഹാബലം, മഹാവാക്യം മഹാത്ഭുതം. ഇവിടെ മഹാവാക്യം എന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ എന്താണ് വായിക്കുക എന്നാണ്. മഹാവാക്യം എന്ന് പറയുന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ മഹത്തായ വാക്യം എന്നാണ് വായിക്കുക. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. കേരളം നേരിട്ട പ്രളയം പ്രമേയമാക്കി ജൂഡ് ആന്റോണി ജോസഫ് സംവിധാനം ചെയ്ത മലയാള സിനിമയാണിത്. 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അടുത്ത ചോദ്യമോ. ആറാമത്തെ ചോദ്യം. അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാശമില്ലാത്തത് എന്നാണ് അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വന്നാല് അത്തൽ വിട്ടോരെ കെട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ. ഇവിടെ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം, അത്തൽ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. അത്തൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം എട്ടാമത്തത്. അനുഷ്ഠാന കലകളിലൊന്നായ പടയണിക്ക് പ്രശസ്തമായ കടമനിട്ട ഗ്രാമത്തിൽ ജനിച്ച കവിയാണ് ആര്? കടമനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യമോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സച്ചിദാനന്ദന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് മറന്നുവെച്ച വസ്തുക്കൾ.
10ാമത്തെ ചോദ്യം കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത പാഠത്തിലേക്ക് പോയാലോ? 3ാമത്തെ പാഠമാണ് അവസാനത്തെ ഇല എന്ന് പറയുന്നത്. അവസാനത്തെ ഇലയിലോ 1ാമത്തെ ചോദ്യം അവസാനത്തെ ഇല എന്ന കഥയിലെ നായിക ആരാണ്? ജോൺസി ആണ് അവസാനത്തെ ഇല എന്ന് പറയുന്ന കഥയിലെ നായിക എന്ന് പറയുന്നത് കേട്ടോ. 2ാമത്തെ ചോദ്യമോ ഓ ഹെൻറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വില്യം സിഡ്നി പോർട്ടർ. ഓക്കെ, വില്യം സിഡ്നി പോർട്ടർ ആണ് ഓ ഹെൻറി എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 3ാമത്തെ ചോദ്യമോ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികൾ ഏത് കഥാപാത്രത്തിനാണ് യോജിക്കുന്നത്? ഇത് യോജിക്കുന്നത് ബർമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ആണ്. ഇനി 4ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ നാടകം രചിച്ചത് കരുണാകരനാണ്. എന്നാൽ വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ കഥ രചിച്ചത് ആരാണ്? തകഴിയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന പേരുള്ള കഥ രചിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി 5ാമത്തെ ചോദ്യമോ തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ ഒരു അജ്ഞാതൻ നവംബറിൽ കോടതിയിൽ നടപ്പു തുടങ്ങി. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന അജ്ഞാതൻ ഏതാണ്? ഇവിടെ സൂചിപ്പിക്കുന്ന അജ്ഞാതൻ എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ്. ന്യൂമോണിയ ഒരു രോഗമാണ്. ആ രോഗത്തെയാണ് ഇവിടെ അജ്ഞാതനായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. 6ാമത്തെ ചോദ്യമോ ആ കൃഷഗാത്ര ജോൺസിയെയും അവൻ വെറുതെ വിട്ടില്ല. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം. കൃഷഗാത്ര എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മെലിഞ്ഞ ശരീരമുള്ളവൾ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തതോ ഇലയുടെ പര്യായമല്ലാത്ത ശബ്ദം. ഇലയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ്? ബഗുളം ആണ്. 8ാമത്തതോ കൂട്ടത്തിൽ പെടാത്തത്. ഓടുന്നു, ചാടുന്നു, ചാടിക്കുന്നു, കളിക്കുന്നു. ഇതിലേതാ? ചാടിക്കുന്നു എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. 9ാമത്തതോ താഴെ കൊടുത്തിരിക്കുന്നതിൽ മൈക്കലാഞ്ചലോയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? മൈക്കലാഞ്ചലോ ഒരു കവിയായിരുന്നു, ശില്പിയായിരുന്നു, ചിത്രകാരനായിരുന്നു. പക്ഷേ മൈക്കലാഞ്ചലോ ഗായകൻ ആയിരുന്നില്ല. ഇനി 10ാമത്തെ ചോദ്യമോ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സധൈര്യം, സവിനയം, സന്തോഷം, സഹർഷം. ഏതാണ്? സന്തോഷം എന്നുള്ള വാക്കാണ് ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത്. 11ാമത്തെ ചോദ്യം എന്താണ്? കലാദേവത എന്ന് വിഗ്രഹിച്ചെഴുതിയാൽ എന്താ വായിക്കുക? കലയുടെ ദേവത എന്നാണ് വായിക്കുക. 12ാമത്തെ ചോദ്യം അക്ഷരത്തെറ്റില്ലാതെ എഴുതിയ പദം ഏതാണ് ചോദിക്കുന്നത്. ഇവിടെ വിഡ്ഢിത്തം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി അവസാന ചോദ്യം 13ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? സ്യൂവിന്റെ ആഗ്രഹം എന്തായിരുന്നു? സ്യൂവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് ഇത് പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ആക്കുക, എക്സാമിന് ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.